അനിൽ മുഹമ്മദിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. എന്താണ് കാര്യമെന്നറിയാനായിട്ട് നോക്കിയപ്പോൾ നമ്മുടെ രൂപത കമ്പനിക്കാർ കൊടുത്ത കാര്യമാണ് ഗൈസ്. രൂപത കമ്പനിയെ തൊട്ടാൽ ഇതാണ് പ്രശ്നം. മാത്യു അണ്ണൻ രൂപത കമ്പനിയുടെ മൂലാധാരവും അടിയാധാരവും സ്വന്തം പേരിലേക്ക് എടുത്തുകൊണ്ട് മാത്യു അണ്ണൻ അതിഭീകരമായി പ്രവർത്തിച്ചിരിക്കുകയാണ്. മാത്യു അണ്ണൻ എന്താ പറയുന്നതെന്ന് അറിയാമോ? ആരാ മാത്തുന്ന് മനസ്സിലാക്കി? പുട്ടണൻ ഓരോ തള്ളി അങ്ങോട്ട് മാറിച്ച് അങ്ങോട്ട് ഇട്ടിയാണ്. എന്താ ഇപ്പോൾ അപ്പോൾ പുട്ടണ്ണൻ്റെ ഈ ഒരു കുൽസിതമാണ് ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ്. അയാളുടെ ഇത് ഞാൻ പ്ലേ ചെയ്തതിൽ ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ ഈ പുട്ടണ്ണന് പറയുന്നതൊക്കെ കേട്ടാൽ തോന്നും ആടി ആ മേശയും കുലുക്കിയിരുന്ന് ആടുന്നത് കണ്ടാൽ തോന്നും ഓ ഇപ്പം എന്താ തള്ളി മറിച്ച് ഇങ്ങനെ ഇടുവെന്ന്. രാവിലെ പുട്ട് നിന്നുള്ള കുഴപ്പം ഇതാണ്, ചുമ്മാ ഇരുന്ന് തള്ളാൻ തോന്നും. അമ്മാതിരി ഒരു തള്ളിച്ച മാത്രമാണ് ഇത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. പിന്നെ സസ്പെൻഷൻ ആയിട്ടുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥരായിട്ടുള്ളവർ കുറച്ച് എന്തൊക്കെയോ കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട് അവർക്ക്. യൂട്യൂബ് ചാനൽ നടത്തുന്നതിലും ഒക്കെ ആയിട്ട് കുറേ റെസ്ട്രിക്റ്റഡ് ആണ് അവർ എന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ അതിൽ ത്രൂ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ആണ് ഇവർ കണ്ടെത്തിയിരിക്കുന്ന ക്രൈം. അതിപ്പോൾ ഓപ്പോസിഷൻ കൊടുക്കാമല്ലോ. ഇപ്പോൾ മുനിസിപ്പൽ കോടതിയോ അല്ലെങ്കിൽ മജിസ്ട്രേറ്റ് കോടതിയിലോ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മേൽക്കോടതികൾ ഉണ്ടല്ലോ. അപ്പോൾ അവിടെയൊക്കെ പോയി നമുക്ക് വാദപ്രതിവാദങ്ങൾ നടത്താം. കുറച്ച് സമയം മെനക്കെടുത്താം എന്നതിനപ്പുറം ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല. രൂപത കമ്പനികളെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പണി പാലും വെള്ളത്തിൽ കിട്ടുന്നുള്ള തർക്കമേ വേണ്ട. പക്ഷേ ഇതിനകത്ത് ഈ പറയുന്ന പുട്ടണ്ണാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അയാൾ ഒരു ജിഹാദിയാണ്, നിഷ്പക്ഷ ജിഹാദിയാണ്. അനിൽ മുഹമ്മദ് സാറിന് ഇനിയും അതിനെതിരെ പ്രതികരിക്കണമെന്ന് തോന്നാത്ത കഷ്ടം തന്നെ. യൂട്യൂബ് ചാനലിൽ ഇരുന്ന് പറയുന്നത് മാത്രം പോരല്ലോ. ഇത്തരത്തിൽ ജിഹാദി എന്ന് താങ്കളെ വിളിക്കുമ്പോൾ താങ്കൾക്ക് അതിനെതിരെ കൃത്യമായി നടപടിയെടുക്കാം എന്നുള്ളതാണ്. അവനൊരു ക്രിസംഗി റോക്കറ്റാണ്. റോക്കറ്റ് ക്രിസംഗി ഇരുന്നു കൊണ്ട് വായ്ത്താളം അടിക്കുന്നതിന് അതിൻ്റെതായ വാല്യൂവിലെടുത്താൽ മതി. ഇയാൾ നാരദ ന്യൂസ് എന്ന് പറഞ്ഞിട്ടൊരു ന്യൂസ് നടത്തിയിരുന്നു. അതിൽ ശമ്പളം കിട്ടാനുള്ള കുട്ടികൾ ഉൾപ്പെടെ ഒരു പറ്റം ആൾക്കാർ എൻ്റെ ഒപ്പം വന്ന് നിൽപ്പുണ്ട്. ഞാൻ വേണമെങ്കിൽ അനിൽ മുഹമ്മദിന് അതിൻ്റെ ഡീറ്റെയിൽസ് തരാൻ തയ്യാറാണ്. നിങ്ങൾ അതെല്ലാം കൂടെ ചേർത്ത് പിടിച്ച് ആ കുട്ടികൾക്ക് കിട്ടേണ്ട പണവും ഈടാക്കി കൊടുക്കുക മാത്രമല്ല, ഇത്തരത്തിൽ അന്യായമായി മറ്റുള്ളവരെ അപമാനിക്കുന്ന അയാളുടെ ആ മുഖം പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമെങ്കിലും നടത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയധികം മ്ലേച്ഛമായ ഭാഷയിൽ താങ്കളെ അവഹേളിച്ചുകൊണ്ടൊരു വീഡിയോ ചെയ്ത അയാൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു നടുവിരലെങ്കിലും കാണിക്കണമെന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. എനിവേ, ഏതായാലും ഈ കേസ് പുള്ളി വാദിക്കാനാണ് ചാൻസ്, അല്ലാതെ അങ്ങനെ വിട്ടുകൊടുക്കത്തില്ല. ഏതെങ്കിലും ഒരു മീഡിയയിൽ ത്രൂ അപമാനിക്കപ്പെട്ടു എന്ന് പറയുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല അനിൽ മുഹമ്മദിന് അങ്ങനെ ഒരു മുഖം ഉണ്ടെന്ന്. ചില സമയത്തൊക്കെ ഇരുന്നു കൊണ്ടൊരു ദ്വയാർത്ഥ പ്രയോഗമൊക്കെ പുള്ളി എനിക്കിട്ട് താങ്ങിയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും അങ്ങനെ അതിഭീകരമായ ഒരു അവഹേളനപരമായിട്ടുള്ള ഒരു വീഡിയോ ഒന്നും അനിൽ മുഹമ്മദ് സാറിന് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എന്നാൽ ഒരു സമുദായത്തിനെ പ്രതിനിധീകരിക്കുന്നു എന്നൊരൊറ്റ കാരണം കൊണ്ട് അദ്ദേഹത്തിനെ ഒതുക്കാൻ അല്ലെങ്കിൽ ഭയം ഉളവാക്കിക്കൊണ്ട് മറ്റുള്ളവരെ അദ്ദേഹത്തിനെ ഒതുക്കിയതുപോലെ ഒതുക്കുമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തതെങ്കിൽ അയ്യോടാ മുത്തേ, ഇന്ത്യയിൽ ജനിക്കുക എന്ന് പറയുന്നതിനൊരു പ്രിവിലേജാണ്. അതിലും ഈ സ്പെസിഫിക് കമ്മ്യൂണിറ്റി അതും ഇന്ത്യയിലുണ്ടെങ്കിൽ അതൊരു സ്പെഷ്യാലിറ്റി തന്നെയാണ്, അതൊരു പവർ തന്നെയാണ്. അത് ഓരോ ഇസ്ലാമിയർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. ഞാൻ പറയണ്ട, അടക്കം ഒതുക്കം അവരുടെ മതചര്യ ആയതുകൊണ്ട് മാത്രമുള്ള ആ ഒരു അടക്കമാണ് നിങ്ങൾ അവരിൽ കാണുന്നത്. ഒൺസ് അവർ ഇറങ്ങിക്കഴിഞ്ഞാൽ കിട്ടാവുന്നതിൻ്റെ മാക്സിമം വാങ്ങിച്ചു കൂട്ടുമെന്നുള്ള തർക്കമേ വേണ്ട. പിന്നെ പുട്ടണ്ണ തള്ളി മറിയല്ലടാ പൊട്ടണ്ണ. അല്ലണ്ണ, അണ്ണൻ ഈ പറയുന്ന മിതത്വവാദിയായ അനിൽ മുഹമ്മദിന് നിഷ്പക്ഷനെ മാത്രമേ താങ്കൾ കണ്ടുള്ളൂ. താങ്കൾ അദ്ദേഹത്തെ തീവ്രവാദിയായിട്ടും ജിഹാദിയായിട്ടും കാണുമ്പോൾ നീ എന്തരാണ്? അല്ലെ, നിന്റെ ഡെസിഗ്നേഷൻ എന്താണ്? നല്ല പത്തനംതിട്ടക്കാരും മുഴുക്കെ പറയുന്നുണ്ടല്ലോ, അതെനിക്കറിയാം. ആ ഡെസിഗ്നേഷൻ അവിടെ നിൽക്കട്ടെ. അത് ശരിയെന്ന് അത് ശരി വെക്കുന്ന രീതിയിൽ തന്നെ നീ മറ്റൊരു സംഗതിയും കൊണ്ടുവന്നിട്ടുള്ളൂ. ഈ അത് നാരദ ന്യൂസും അതിനോടനുബന്ധിച്ച് ശമ്പളം കൊടുക്കാതെ ജോലിക്ക് കൂലി ആഹാരം എന്ന രീതിയിൽ ആ കുട്ടികളെയൊക്കെ പറ്റിച്ച ചരിത്രവും അവിടെ നിൽപ്പുണ്ട്. അപ്പം അതേതാണെന്ന് മനസ്സിലായി. നീ ഏതാ ഏനോന്ന് അതിനകത്ത് പിടികിട്ടിട്ടുണ്ട്. അതല്ലാതെ നിന്റെ ഡെസിഗ്നേഷൻ എന്താണ്? മാധ്യമ പ്രവർത്തനം. എടാ, മാധ്യമ പ്രവർത്തനത്തിന് എത്തിക്സ് ഉണ്ട്. മറ്റുള്ളവരെ പറയേണ്ടതേ പറയാവൂ, പറയാൻ പാടില്ലാത്ത പറയില്ല. അറ്റ്ലീസ്റ്റ് ഹീ ഈസ് എ ഓഫീസർ. ഓഫീസർ എന്ന് പറയുമ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥനാണ്. സർക്കാർ ഉദ്യോഗസ്ഥൻ ഒരു പ്യൂണാണെങ്കിൽ പോലും അധികാരിയാണ്. അവർ നമ്മുടെ അധികാരികൾ തന്നെയാണ്. ആ റെസ്പെക്റ്റ് അയാൾക്ക് കൊടുക്കണമെന്നുള്ള സാമാന്യബോധം നിനക്കില്ല. ഇതിനെതിരെ കർശനമായ നടപടി എടുക്കാൻ അനിൽ മുഹമ്മദിന് സാധിക്കും. എനിക്കറിയത്തില്ല ഇനിയിപ്പം ഇദ്ദേഹം ഇനി ഞങ്ങളുടെ ചര്യ സമാധാനമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സമാധാന മതം എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ അതിനെ എനിക്കൊന്നും പറയാനൊക്കത്തില്ല. പക്ഷേ തീർച്ചയായിട്ടും പ്രാക്ടിക്കലായി എടുത്ത് ഇതിനെതിരെ കേസ് കൊടുത്ത് ഇവനിക്ക് കൊടുക്കേണ്ട നെറ്റിയടി കൊടുക്കുക തന്നെ വേണം. ഞാൻ കാണുന്ന ഇസ്ലാമിയരുടെ ഒരേ ഒരു പ്രശ്നം അവർ കേസ് കൊടുക്കാൻ പിൻവാങ്ങുന്നു എന്നുള്ള എന്തടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്കിടയിലുള്ള മനുഷ്യരെ ആക്രമിക്കുന്ന രീതി കണ്ടിട്ടെങ്കിലും നിങ്ങൾ ഇതിനകത്തൊരു തിരുത്ത് നടത്തണമെന്നാണ് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. ഇനി
സർക്കാർ ഉദ്യോഗസ്ഥന്മാർ കുഴപ്പമാണ്, അവരുടെ മതമാണ് പ്രശ്നമെങ്കിൽ രവി നടത്തുന്നത് എന്താണ്? രവിക്ക് സർക്കാർ ഉദ്യോഗം തന്നെയല്ലേ? രവി ഒരു മതവിഭാഗത്തിനെ മാത്രം അഡ്രസ്സ് ചെയ്തുകൊണ്ട് പറയുന്നു. യുക്തിവാദി എന്ന് അഭിനയിക്കുന്ന ഇയാൾക്ക് മറ്റു മതവിഭാഗങ്ങളോട് ഇല്ലാത്തതിനേക്കാൾ ശത്രുതയും ദേഷ്യവും ഇസ്ലാമിയരോടുണ്ട്. മാത്രവുമല്ല, ഇസ്ലാം മതവിഭാഗത്തിൽ നിന്ന് വരുന്നവരെ സംരക്ഷിക്കുക എന്നൊരു പ്രത്യേകതരം ജോലിയും അവരേറ്റെടുത്തിട്ടുണ്ട്. അതിനേക്കാൾ ഉപരി രവി ചെയ്ത ഒരു തെറ്റും കൂടെയുണ്ട്. ഈ പറയുന്ന സമൂഹ മാധ്യമങ്ങളിൽ കൂടെ അന്യമത വിദ്വേഷം നടത്തുന്നു എന്നുള്ളത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായ അയാൾ ചെയ്ത തെറ്റാണ് എങ്കിൽ, അനിൽ മുഹമ്മദ് ചെയ്ത തെറ്റാണെങ്കിൽ രവി ചെയ്തതും തുല്യമായ തെറ്റല്ലേ? എന്തുകൊണ്ട് അയാൾക്കെതിരെ ആക്ഷൻ ഉണ്ടാകുന്നില്ല? അപ്പോൾ ഇത് ഈ മതക്കാരാണെങ്കിൽ പ്രശ്നം. ഇനി അതിന്റെ മുകളിൽ ഒരു പടി കൂടെ പോയിട്ട് രവിയണ്ണൻ ചെയ്ത ഒരു തെറ്ററിയാമോ? മണ്ടറാണോ അയ്യപ്പനാണോ നിന്റെ കൊച്ചിന്റെ അച്ഛനെന്നൊരു സ്ത്രീയോട് ചോദിക്കുകയും അവഹേളനാപരമായി അവരെ അത്രയും മോശപ്പെട്ട രീതിയിൽ അവഹേളിക്കുകയും ചെയ്തതിന്റെ പേരിൽ കേസിലെ പ്രതിയാണ് ഈ പറയുന്ന കക്ഷി രവിയണ്ണൻ. ഓടി ഒളിച്ച് മുൻകൂർ ജാമ്യം കൊടുത്ത് കഷ്ടപ്പെട്ട് ജാമ്യമൊക്കെ എടുത്ത മഹത് വ്യക്തിയാണ്. സ്ത്രീ വിട്ടില്ല, പിന്തുടർന്ന് കൊടുത്തു. ഇരയായതുകൊണ്ട് ഞാൻ അവരുടെ പേര് ഇവിടെ മെൻഷൻ ചെയ്യുന്നില്ല, പക്ഷെ കൃത്യമായി അവരെണ്ണാക്കിൽ കൊടുത്തു. ഏതെങ്കിലും ഒരു യുക്തിവാദിക്ക് ഇങ്ങനെ ഒരു ഗതികേടുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല എന്ന് പറയും. പെണ്ണ് വിഷയത്തിലില്ല. അറ്റ്ലീസ്റ്റ് അവർക്ക് ഇതുപോലെ എന്തെങ്കിലും ഒരു മതാചാരങ്ങൾക്കെതിരെ പറഞ്ഞതായിട്ടോ മതവിശ്വാസങ്ങൾക്കെതിരെ അവരുടെ സ്റ്റേറ്റ്മെന്റ് വന്നതായിട്ടോ അതിനെതിരെ വല്ല ഉപവാസ സമരമോ നിരാഹാര സമരമോ അല്ലെങ്കിൽ അതുപോലുള്ള സമരങ്ങളിലൊക്കെ പങ്കെടുത്തു എന്ന രീതിയിൽ ഒരു പെറ്റീഷനൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഉന്തും തള്ളുമൊക്കെ നടത്തി എന്നുള്ള പെറ്റീഷൻ വരും. അല്ലാണ്ട് പെണ്ണ് കേസിൽ വരുന്നെങ്കിൽ അത് രവിയണ്ണനിക്കാണ് വന്നിട്ടുള്ളത്. അത്തരത്തിലുള്ള അവനിക്ക് സസ്പെൻഷൻ എന്തേ വാങ്ങിക്കൊടുക്കാൻ ഉത്സാഹിക്കാത്ത ഗവൺമെന്റ്? എന്താണ് അനിൽ മുഹമ്മദിനെ ടാർഗറ്റ് ചെയ്യുന്നത്? അനിൽ മുഹമ്മദ് എന്ന വ്യക്തി അത്യാവശ്യം അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയാത്ത വിഷയങ്ങൾ മറ്റുള്ളവർ അവതരിപ്പിച്ചാൽ അവരെ കണ്ടെത്തി അവരെ പൊതുസമൂഹത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നു എന്ന ഒരൊറ്റ കുറ്റമാണ് ഇതെനിക്കെതിരെയുള്ള അട്രോസിറ്റിയാണ് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഞാനിത് കണ്ടിരുന്നു, ഞാൻ മൗനമായിരുന്നു. എനിക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് അദ്ദേഹം ഈ സസ്പെൻഷൻ നേരിട്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഐ റിയലി ഫീൽ സോറി ഫോർ ദാറ്റ്. ഇതാണ് നമ്മുടെ കാലഘട്ടം, നമ്മുടെ നാട്, പ്രത്യേകിച്ച് കേരളത്തിലെ അവസ്ഥ ഇതാണ്. എനിക്ക് വേണ്ടി സപ്പോർട്ട് പറയുന്നവരെയോ അല്ലെങ്കിൽ എന്നെപ്പോലുള്ള മനുഷ്യർക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും രീതിയിൽ ഒരു അനുകൂല വർത്തമാനം പറയുന്നവരെ പോലും ടാർഗറ്റ് ചെയ്യപ്പെടുന്ന ഒരു വൃത്തികെട്ട രീതി ഇവിടെ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞ ചില കാര്യങ്ങൾ വളരെ വേദനിക്കുന്ന, വളരെ സ്പെസിഫിക്കായി പ്രശ്നമുളവാക്കുന്ന വിഷയങ്ങളാണ് എന്നുള്ളത് മറ്റവന്മാർക്ക് മനസ്സിലാക്കിയിരിക്കുന്നു. അതിനുള്ള ബദൽ നടപടിയാണ് ഈ നടന്നത്. ഈ മാടമ്പള്ളിയിലെ യഥാർത്ഥ മനോരോഗി ആരെന്ന് ഈ പറഞ്ഞ അനിൽ മുഹമ്മദ് സാറിനെ അകത്താക്കിയവരെ ശരിക്കൊന്ന് അനലൈസ് ചെയ്താൽ മനസ്സിലാക്കും. പുട്ടണ്ണനും ടീമുകളുമാണ് യഥാർത്ഥ മനോരോഗികളെന്നും അവർ ചെയ്ത കള്ളത്തരങ്ങൾ ഒളിച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഒരു മതസമൂഹത്തെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി മറ്റവർക്ക് ഇട്ടുകൊടുത്ത് മുട്ടനാടുകളെ തമ്മിൽ അടുപ്പിച്ചുകൊണ്ട് ഈ രക്തം കുടിക്കുന്ന ചെകുത്താനാണ് ഇവൻ, ചെന്നായയാണ് ഇവൻ. അത്രയേ ഉള്ളൂ, എനിക്കതാ മനസ്സിലായിട്ടുള്ളത്. ഏതായാലും അദ്ദേഹത്തിന് ഐക്യദാർഢ്യം. അനിൽ മുഹമ്മദ് സാർ തീർച്ചയായിട്ടും നിയമപരമായി ഇതുമായി മുൻപോട്ട് പോവുകയാണ്. നിങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യം വിലക്കാൻ ആർക്കും അധികാരമില്ല. നിങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. കോടതികൾ ഒന്ന് പോയാൽ അടുത്ത കോടതി വരും, അതിനും മേൽക്കോടതി ഉണ്ടാവും. സുപ്രീം കോടതി വരെ പോയിട്ടാണെങ്കിലും നിഷ്പക്ഷനായി നിന്ന നിങ്ങളെ ഈ രീതിയിൽ അവർ അഡ്രസ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെതിരെ നിങ്ങൾ പ്രതികരിക്കണം. നിങ്ങളിലൂടെ നിങ്ങളെ ചേർന്ന് നിൽക്കുന്നവർ, നിങ്ങളിലൂടെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് വീഡിയോ ചെയ്തവർ മുന്നോട്ട് വരിക തന്നെ വേണം. എന്ത് ചെയ്താലും ഏത് രീതിയിൽ അവഹേളിച്ചാലും എത്ര ഭയമുളവാക്കിയാലും വ്യക്തമായ സത്യം ബോധ്യപ്പെട്ട സ്ഥിതിക്ക് അതിൽ വിട്ട് അല്ലെങ്കിൽ അതിൽ വ്യതിചലിച്ച് ഒരു പ്രവൃത്തിയും ഇപ്പുറത്ത് നിന്ന് പ്രതീക്ഷിക്കേണ്ട എന്ന് മാത്രമേ ഉള്ളൂ. വളരെ വിഷമവും ഖേദവും തോന്നിയ ഒരു സംഭവമാണ് അദ്ദേഹത്തിന്റെ സസ്പെൻഷൻ. ഇതേ അവസ്ഥയിൽ ഇതിനേക്കാൾ വൾഗറായ ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്തവന്മാരെ ഒന്നും ചെയ്യാതെ വിട്ടുവെക്കുന്നിടത്ത് ആ ഒരു വേർതിരിവ് വിവേചനം അവിടെ ഉണ്ടെന്നാണ്. മതമോ ജാതിയോ വർഗമോ വർണ്ണമോ ഒന്നിന്റെ അടിസ്ഥാനത്തിലും വിവേചനം പാടില്ല എന്ന് പറയുന്ന ഭരണഘടന അനുസരിച്ച് ജീവിക്കുന്ന ആൾക്കാർക്ക്, പ്രത്യേകിച്ച് ഭരണപക്ഷത്തിരിക്കുന്നവർക്ക് എന്താണ് ഈ വിവേചനം എന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ. അറിയുന്നവർ പറഞ്ഞു തന്നാലും മതിയാകും. അനിൽ മുഹമ്മദ് സാറിന് ഐക്യദാർഢ്യം. നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തി അദ്ദേഹത്തിന് സപ്പോർട്ട് പറയാവുന്നതേ ഉള്ളൂ. രവിയെ പോലുള്ളവർ ഇവിടെ നാട് വാഴുകയാണ്. അവർ പറയുന്നതും അവർ അഡ്രസ്സ് ചെയ്യുന്നതും ഇസ്ലാമിക വിഭാഗക്കാരെ ആകുമ്പോൾ അത് നല്ലൊരു കാര്യവും, ഇസ്ലാം വിഭാഗത്തിന് വേണ്ടിയിട്ട് സ്വന്തം ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അല്പം എന്തെങ്കിലും ഉയർന്ന ശബ്ദത്തിൽ പറഞ്ഞാൽ അത് പ്രശ്നമാവുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ സഞ്ചരിക്കുന്നതെന്നുള്ളത് വ്യക്തം. ഈ രീതിയിൽ അവഗണിക്കപ്പെടുകയും അപരവൽക്കരിക്കപ്പെടുകയും ചെയ്യുകയും ചെയ്യുമ്പോൾ ഭയന്ന് പിന്മാറുമെന്ന് ധരിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ ഉത്തരം. ഇസ്ലാമായി ജനിക്കുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യം,
അതും ഇന്ത്യയിലെ, പ്രത്യേകിച്ച് കേരളത്തിലെ ഇസ്ലാമായി ജനിക്കുക എന്ന് പറയുന്നത് മഹാഭാഗ്യവുമാണ്. അവിടെ ഉണ്ടാകും മറുപടി, അവർക്കുണ്ടാകും മറുപടി. ഒരുപാട് ക്ഷമയും ഒരുപാട് രീതിയിലുള്ള ത്യാഗവും സഹിച്ച് ജീവിക്കുന്നവരാണ് അവർ. അവരെ പ്രൊവോക്ക് ചെയ്യുന്ന ലെവൽ അത് ഒരുപാട് താണ്ടിപ്പോയിരിക്കുന്നു എന്നുള്ളതൊരു ചരിത്ര സത്യമാണ്. മനസ്സിലാക്കി കൂടുതൽ കാര്യങ്ങളിൽ, കൂടുതൽ ഞങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ കുറച്ചുകൂടെ ആക്റ്റീവായി ഇടപെടലുകൾ നടത്തണമെന്നാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. നന്ദി. വീണ്ടും കാണാം. പുട്ടണ്ണ അണ്ണ എനിക്കെതിരെ കൊണ്ടുപോയി കേസ് കൊടുക്കല്ലേ അണ്ണ? അണ്ണനെ ഈ മുച്ചിട്ട് കളിക്കാൻ ഞാനൊരു സാധനം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അണ്ണ ഞാൻ വെറുതെ വിടുമെന്ന് എന്നെ വിചാരിച്ചതാണോ? അണ്ണ ഇടയ്ക്ക് ഞാനൊന്ന് ഡ്രോപ്പ് ചെയ്തതല്ലേ, എന്താ വരുന്നുണ്ട് പിറകെ. വിത്ത് എവിഡൻസ് ഇല്ലാതെ പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല അണ്ണ. അതാണ് എൻ്റെ ഒരു പ്രശ്നം. ഞാൻ എവിഡൻസിൻ്റെ ആളാണ്. തെളിവുകൾ സംസാരിക്കട്ടെ എന്നാണ് എൻ്റെ ഒരു വഴി. അപ്പോൾ എന്നിലൂടെ ആ തെളിവുകൾ ജനങ്ങളും അറിയണം. തെളിവുകൾ വെച്ച് സംസാരിക്കുമ്പോൾ ജനങ്ങൾക്ക് പ്രത്യേകിച്ച് വലിയ വിഷമമൊന്നും ഉണ്ടാകത്തില്ല. ഇദ്ദേഹത്തിനെ പോലെ നിഷ്പക്ഷനൊന്നുമല്ല ഞാൻ ഇച്ചിരി കുഴപ്പക്കാരിയാണ്, അത് മറന്നു പോട്ടെ. കുട്ടണ്ണങ്ങ് തള്ളി മറിക്കുക പാടാഴിച്ചി.